വിദ്യാർത്ഥി ഒരു പൊതുവിദ്യാർത്ഥി KSUവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട UUC KSUവിൻ്റെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്ത കേരളത്തിൽ നിന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് SFI നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ക്യാമ്പസിൽ അരാജകത്വ പ്രവണതകൾക്കും ഗ്യാങ് ഗുണ്ടാ സംഘങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന വളം വെക്കുന്ന സംഘമായി കേരളത്തിലെ KSU മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട് ഒറ്റപ്പാലത്തെ NSS കോളേജിൽ കണ്ടത്. ഒരു വിദ്യാർത്ഥിയെ കഴുത്തിൽ കേബിൾ കുലുക്കി കൊലപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിദ്യാർത്ഥിനികളുടെ മുന്നിൽ നിന്നാണ്, ആ കോളേജിൽ തന്നെ ആ വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥിനികളുടെ മുന്നിൽ നിന്നാണ് ഇങ്ങനെയൊരു അക്രമത്തിന് ഇവർ നേതൃത്വം കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് വയനാട് മേപ്പാടി പോളിയിൽ കഴിഞ്ഞ വർഷമുണ്ടായ അക്രമം, അതിന് പിന്തുണ കൊടുത്തത് KSU ആയിരുന്നു. കേരളത്തിലെ ലഹരി മാഫിയ കൊള്ള സംഘങ്ങളുടെ തലവന്മാരുമായി ചങ്ങാത്തം പുലർത്തുന്ന നേതൃത്വം ജില്ലാ പ്രസിഡന്റ് ഈ സംഘത്തിനുണ്ട് എന്നുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് SFI നിരന്തരമായി കഴിഞ്ഞ ഘട്ടത്തിൽ കളമശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ ഒരക്ഷരം കൊണ്ട് അതിനെ ഒരു പ്രതിഷേധം അറിയിക്കാനോ അല്ലെങ്കിൽ അതിൽ തെറ്റായ നിലപാടായി എന്നൊരു അഭിപ്രായം പറയാനുള്ളൂ. കേരളത്തിലെ KSUവിൻ്റെ നേതൃത്വമോ എല്ലാ മിനിറ്റിലും SFI നിരോധിക്കണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ നിലവിലത്തെ പ്രതിപക്ഷ നേതാവിനോ കഴിയുന്നില്ല. അപ്പോൾ ഈ തങ്ങളുടെ കൂട്ടം, തങ്ങളുടെ വിദ്യാർത്ഥി പക്ഷം, തങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം പൂർണ്ണമായും ഇത്തരത്തിലുള്ള ലഹരി മയക്കുമരുന്ന് അരാജക സംഘത്തിൻ്റെ പിടിയിലായി എന്ന തിരിച്ചറിവിൻ്റെ ജാള്യത മറക്കാനായിരുന്നു ആ ആക്രോശങ്ങളും നിരോധിച്ചു കളയണമെന്ന SFIക്ക് നേരിലുള്ള ആഹ്വാനങ്ങളും എന്ന് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുകയാണ്. അതിനെ ബലപ്പെടുത്തുന്ന ഒന്നാണ് പാലക്കാട് NSS കോളേജ് ഒറ്റപ്പാലത്ത് വെച്ച് നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഇന്നലെയാണ് ആ വാർത്ത വന്നിട്ടുള്ളത്. ഇന്നാണ് അത് കൂടുതലായി മാധ്യമങ്ങൾ എടുത്ത് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത്. ഈ നിമിഷം വരെയും കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും KSUവിൻ്റെ നേതാവും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്നലെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇഫ്താർ വിരുന്നിൽ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇത്തരമുള്ള ആളുകളൊക്കെ ഈ തലസ്ഥാന നഗരിയിൽ സുപ്രധാനമായിട്ടുള്ള ഈ അധികാര കേന്ദ്രങ്ങളിലൊക്കെ കൃത്യമായി എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ടൊരു നടപടിയെടുക്കാനോ ഒരു അക്ഷരം കൊണ്ട് അതിലൊരു പ്രതിഷേധം അറിയിക്കാനോ അത് തെറ്റായിപ്പോയി എന്നൊരു അഭിപ്രായം പറയാനോ ഇതിൻ്റെ നേതൃത്വം തയ്യാറാവുന്നില്ല എന്ന അങ്ങേയറ്റം അപലപനീയമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്.